ദൈവത്തിന് സ്തോത്രം. വേണ്ടുവരുന്നവനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിയ വേളയിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് ഈ ഞായറാഴ്ചയുടെ വൈകിയ വേളയിൽ നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പാടിയും ആരാധിച്ചും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു അവസരം തന്ന നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ഈ വൈകിയ വേളയിലും സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തുതി മുഴങ്ങുന്ന അന്തരീക്ഷമായി നാം ആയിരിക്കുന്ന സ്ഥാനം മാറട്ടെ. ഇന്നലകളിൽ ഏഷണി മുഴങ്ങിയ, ഇന്നലകളിൽ അപവാദ പ്രചരണങ്ങൾ മുഴങ്ങിയ, ഇന്നലകളിൽ വാഗ്വാദങ്ങൾ മുഴങ്ങിയ, ഇന്നലകളിൽ തളർത്തുകയും തളരുകയും ചെയ്യുന്ന ശബ്ദങ്ങൾ മുഴങ്ങിയ സ്ഥാനത്ത് ഇന്ന് സ്തുതി ഉയരട്ടെ, ഇന്ന് ആരാധന ഉയരട്ടെ. സർവശക്തനായ ദൈവത്തിന് ഈ വൈകിയ വേളയിൽ നമുക്ക് ഒരുമിച്ച് സ്തുതി കരേറ്റാം. അധരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ഈ വൈകിയ വേളയിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വൈകിയ വേളയിലും ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് വന്നിരിക്കുന്ന കൃപയ്ക്കായി, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടി മറച്ചിരിക്കുന്ന ഓ റാധിയ ഷഖ റദരെ ഷന്ധാർഗന യേശുവിൻ നാമത്തിൽ പതിവില്ലാത്ത വിധത്തിൽ ചിലർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ചില നാളുകളായി, ചില മാസങ്ങളായി, ചില വർഷങ്ങളായി കെട്ടപ്പെട്ട ചിലർ ആത്മസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിച്ചു പുറത്തു വരുവാൻ കഴിയാതെ, ആരാധിച്ചു വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ കെട്ടപ്പെട്ട ചിലർ ഇന്ന് വലിയൊരു ദൈവ സാന്നിധ്യത്താൽ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത, അടക്കി നിർത്തുവാൻ കഴിയാത്ത ഒരു ദൈവ സാന്നിധ്യത്താൽ നിറയുന്ന കൃപയ്ക്ക് ഓ റാദിയ യേശുവിൻ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ നല്ല കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ നീതിമാനായ ദൈവം, നേരുള്ളവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ആ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഈ വൈകിയ വേളയിൽ സ്തോത്രം ഇളകുവാൻ പോകുക. പ്രിയ സഹോദരി, നീ കടന്നു വന്നത് ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവത്തിനകത്തു നിന്ന്, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട, കയ്യാമത്താൽ വയ്ക്കപ്പെട്ട അതേ അനുഭവത്തിൽ നിന്ന് നീ പ്രാർത്ഥിക്കുന്നവളാണ്, നീ ആരാധിക്കുന്നവളാണ്, നീ ഉപവസിക്കുന്നവളാണ്, നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നവളാണ്. എന്നാൽ നീ കാരാഗ്രഹത്തിനകത്ത്, നിനക്ക് സ്വാതന്ത്ര്യമില്ല, നിനക്ക് സ്വന്തമായി സംസാരിക്കുവാൻ അവകാശമില്ല. നിന്റെ വാക്കുകളെ പോലും ബന്ധിക്കുന്ന, നിന്റെ വാക്കുകളെ പോലും തടഞ്ഞു വയ്ക്കുന്ന യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്ന സഹോദരി ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. മടങ്ങി ചെല്ലുമ്പോൾ, നീ ആരാധിച്ചു മടങ്ങുമെങ്കിൽ മടങ്ങി ചെല്ലുമ്പോൾ നിനക്ക് വിരോധമായി പണിയപ്പെട്ട ആ കാരാഗ്രഹം ഇന്ന് അവിടെ കാണത്തില്ല. യേശുവിൻ നാമത്തിൽ ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തിക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയ, ചില വർഷങ്ങളായി നിന്നെ ബന്ധിക്കുന്ന, ചില മാസങ്ങളായി നിന്നെ ബന്ധിക്കുന്ന, നിന്റെ പേരുള്ള ശുശ്രൂഷ പുറത്തു വരാതെ വണ്ണം, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാതെ വണ്ണം ചില ഭവനങ്ങൾ ആമേൻ വാതിലുകൾ തുറന്നിട്ടിരിക്കുമ്പോഴും നിനക്ക് കടന്നുപോയി ബാധിക്കപ്പെട്ടതിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ബന്ധിച്ചൊതുക്കുന്ന ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇന്ന് ഈ വൈകിയ വേളയിൽ യേശുവിൻ നാമത്തിൽ കർത്താവ് തൊടുക. ഓ റാധിയ ഷഖ റദരെ ഷന്ധാർഗന യേശുവിൻ നാമത്തിൽ പൗലോസിനുമേൽ ശീലാസിനുമേൽ ഇറങ്ങി വന്ന് വ്യാപരിച്ച ദൈവശക്തി ചില വ്യക്തികളുടെ മേൽ, ചില സഹോദരിമാരുടെ മേൽ യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വൈകിയ വേളയിൽ ചലിക്കുക. ആ കാരാഗ്രഹം ഇളകിയ, നീ കർത്താവിന്റെ വേല ചെയ്യത്തില്ലെന്ന്, നീ കർത്താവിന് വേണ്ടി നിൽക്കത്തില്ല എന്ന് അടിച്ചു പറഞ്ഞ ചില നാവുകൾ, ഓ സ്തോത്രം, നിന്റെ നാവിൽ നിന്ന് വരുന്നത്, നിന്റെ അന്യഭാഷ കള്ളമെന്ന് പറഞ്ഞ സഹോദരി, നിന്റെ അന്യഭാഷ കള്ളമെന്ന് പറഞ്ഞ, നിന്റെ ആരാധന കള്ളമെന്ന് പറഞ്ഞ, നിന്റെ പ്രവചനം കള്ളമെന്ന് പറഞ്ഞ, നീ കർത്താവിന് വേണ്ടി നിന്നത് കള്ളമെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കിക്കൂട്ടിയ യേശുവിൻ നാമത്തിൽ സകല കെട്ടുകളും ഈ വൈകിയ വേളയിൽ ഓ റാധനെ ഷന്ധോർഗന യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് ആരാധിച്ചാട്ടെ. ചില അടിസ്ഥാനങ്ങൾ ഇളകുക. അവൻ നിന്റെ ദേശം വിടുവിക്കപ്പെടുവാൻ, നിന്റെ കുടുംബം വിടുവിക്കപ്പെടുവാൻ, ഓ റീധാന ഷഖാറതനെ ഇന്ന് രാത്രിയിലും ഒരിക്കൽ കൂടി ഓ സ്തോത്രം പ്രിയ സഹോദരനിലൂടെ പറഞ്ഞത് ആവർത്തിച്ചു പറയട്ടെ. നീ വന്നതല്ല, ഇന്ന് എന്റെ ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നതാ. നിന്റെ കെട്ടുകളെ അഴിച്ച് സ്വാതന്ത്ര്യത്തോടെ
മടങ്ങുവാൻ. ആ രോഗമെന്ന കെട്ട്, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന, നിന്റെ ശരീരത്തെ ഒതുക്കിക്കൂട്ടുന്ന, പലപ്പോഴും ഒരു ശവത്തെ പോലെ, പലപ്പോഴും മരിച്ച് മരവിച്ച ഒരു ശവത്തെ പോലെ നിന്റെ ശരീരത്തെ വിറങ്ങലിപ്പിക്കുന്ന, നിന്റെ ശരീരത്തെ വിറങ്ങലിപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ വിറങ്ങലിച്ച ശരീരവുമായി നീ ഇതിനകത്ത് നിന്ന് മടങ്ങുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. വിറങ്ങലിച്ച ശരീരവുമായി സ്തോത്രം, ആ വിറങ്ങലിച്ച, അത് തന്നെ കർത്താവ് പറയുന്നു, കൈകൾ നിവരാത്ത, എഴുന്നേറ്റിരിക്കുവാൻ കഴിയാത്ത, സ്തോത്രം, വേണ്ടത് ചെയ്യുവാൻ കഴിയാത്ത ആ വിറങ്ങലിച്ച ശരീരവുമായി, ആ വിറങ്ങലിച്ച ശരീരവുമായി മടങ്ങുവാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തേയില്ല. ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തുതിക്കുമ്പോൾ ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകും. സ്തുതിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. നന്ദി യേശുവേ. അങ്ങയുടെ നാമ മഹത്വത്തിനായി ഈ നല്ല വൈകിയ വേളയെ പ്രയോജനപ്പെടുത്തുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, പാടി അങ്ങേ ആരാധിക്കുവാൻ സ്വർഗമൊരുക്കി തന്ന വലിയ കൃപയ്ക്കായി ഒരിക്കൽ കൂടി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രതീക്ഷയോടൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് നടക്കുന്ന ഈ വൈകുന്നേര സെക്ഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ച് പറയട്ടെ, ഇന്ന് ഈ വൈകിയ വേളയിൽ ഇതിനകത്തു നിന്ന് ഉയരുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന സ്തുതിയും സ്തോത്രവുമാണെങ്കിൽ നിങ്ങളെ തടഞ്ഞു വെക്കുവാൻ ഒരു പന്ന പിശാചിനും കഴിയത്തില്ല. ഇതിനകത്തായിരിക്കുന്ന രണ്ട് സഹോദരിമാരോടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്നെ തടഞ്ഞു വെക്കുവാൻ ഒരു ദേശാധിപതി ശക്തിക്കും കഴിയത്തില്ല. നിന്നെ തടഞ്ഞു വെക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. നിന്നെ തടഞ്ഞു വെക്കുവാൻ, നിന്റെ ആത്മീയ ജീവിതത്തെ തടഞ്ഞു വെക്കുവാൻ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടഞ്ഞു വെക്കുവാൻ, സഹോദരി നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടഞ്ഞു വെക്കുവാൻ, നിന്റെ മേലുള്ള വിളിയെ തടഞ്ഞു യേശുവിൻ നാമത്തിൽ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. അന്തരീക്ഷം സ്തുതി മുഖരിതം ആകുമെങ്കിൽ ഒരുപക്ഷേ ആമേൻ സ്തോത്രം ഈ വിധത്തിലുള്ള വൈകിയ വേളകൾ ഇതിനകത്തായിരിക്കുന്നവരായിരിക്കണമെന്നില്ല. പുറത്തായിരിക്കുന്ന ഒത്തിരി പേർ ആമേൻ സ്തോത്രം മറ്റുള്ളവരെ വിഷമിപ്പിക്കാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യാനും ചില വാക്കുകൾ കേട്ട് ബുദ്ധിമുട്ടുവാനുമായി മാറ്റിവെക്കുമ്പോൾ അങ്ങനെയുള്ള സായാഹ്നങ്ങൾക്ക് പകരം സ്തുതിക്കുവാൻ കഴിയുന്ന സ്തുതി മുഖരിതമായ ഒരു അന്തരീക്ഷം ഈ വൈകിയ വേളയിൽ നമുക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു പദ്ധതിയുണ്ട്. ആമേൻ സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. ആ പദ്ധതികളിലൂടെ നടന്നത്രേ ഇന്ന് ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഈ വൈകിയ വേളയിൽ മടി കൂടാതെ ഞാൻ വിളിച്ചു പറയും, ആമേൻ, നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാ. ആമേൻ, നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാ. ചില ദൂതുകൾ ആവർത്തിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്നോട് കർത്താവ് പറഞ്ഞ ചില ദൂതുകളെ ആവർത്തിച്ച് ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ, രണ്ടോ മൂന്നോ അതിലധികമോ സാക്ഷികളിലൂടെ ഉറപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ പദ്ധതി ഇന്ന് ഈ വൈകിയ വേളയിൽ നീ കേൾക്കുവാൻ, നിന്നെ തടഞ്ഞു വെക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിന്നെ ഒതുക്കി വെക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. വിറങ്ങലിച്ചു പോകുന്ന നിന്റെ ശരീരം കൊണ്ട് തന്നെ സഹോദരി നീ കർത്താവിന്റെ നാമത്തെ ഉയർത്തും. അതിന് തക്കവണ്ണമുള്ളത് നിന്റെ ഭവനത്തിനകത്ത് നീ പ്രാപിക്കും. കെട്ടി ഒതുക്കിയ അതേ ആ പന്ന പിശാചിന്റെ കെട്ടുകളെ പൊട്ടിച്ച് സർവശക്തനായ ദൈവം ഇന്ന് വൈകിയ വേളയിൽ നിന്നെ പുറത്തു കൊണ്ടുവരും. സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ സ്തോത്രം. ഒരുക്കപ്പെട്ട നല്ല സമയം. ആമേൻ സ്തോത്രം. തക്കത്തിൽ പ്രയോജനപ്പെടുത്തിയാട്ടെ. ആ കാരാഗ്രഹത്തിന്റെ അകത്ത് നിന്ന് സ്തുതിയും സ്തോത്രവും പാട്ടായി ഒഴുകി നിറഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ആ സാഹചര്യം അനുസരിച്ച് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസുമാകുന്നു. പക്ഷേ ആ വഴി, കാരാഗ്രഹത്തിനകത്തേക്ക് അവർ കടന്നുപോയ വഴി ഏതെന്ന് ചിന്തിച്ചാൽ കോലിനാൽ അടിക്കപ്പെട്ടൊരു വഴി. ആമേൻ. വസ്ത്രം പൊതുസ്ഥലത്ത് ആൺ പെൺ വ്യത്യാസമില്ലാത്ത വലിയ കൂട്ടത്തിന് മധ്യത്തിൽ ഉരിഞ്ഞു മാറ്റപ്പെട്ട നിന്ദയുടെ അപമാനത്തിന്റെ ഒരു വഴി. ആ ദാഹത്തിന്റെ, വെള്ളമില്ലാതെ ദാഹിച്ച ദാഹത്തിന്റെ ഒരു
ഒരു വഴി, കള്ളക്കുറ്റം ചാർത്തിയ കള്ളക്കുറ്റ ചാർത്തലിന്റെ ഒരു വഴി. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒരു മനുഷ്യൻ തകർന്നു പോകുന്ന, തളർന്നു പോകുന്ന വഴികളിലൂടെയാണ് അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് ആയി തീർന്നത്. ആമേൻ. അതേ അവസ്ഥയിൽ കേൾക്കുന്നവരുണ്ട്, അപമാനിക്കപ്പെട്ടവരായി അതേ അവസ്ഥയിലായിരിക്കുന്നുണ്ട്. കോലിനാൽ അടിക്കപ്പെട്ടതുപോലെ മനസ്സും ശരീരവും അടിച്ചു തകർക്കപ്പെട്ട് മുൻപോട്ടൊരടി വയ്ക്കുവാൻ കഴിയാതെ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ വന്നതല്ല, നിന്നെ കർത്താവ് കൊണ്ടുവന്നതാ. സ്തുതി ഉയരുന്ന അന്തരീക്ഷത്തിൽ കെട്ടുകളെ പൊട്ടിച്ച് നീ പുറത്തു വരുവാൻ വേണ്ടി നിന്നെ ചില സ്ഥാനങ്ങളിൽ അയച്ചത്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ ആക്കി വച്ചിരിക്കുന്നത്. ആമേൻ. ശത്രുവിന്റെ അടികൊണ്ട് ശത്രു പറിച്ചെറിയുന്ന വസ്ത്രത്തിലേക്ക് നോക്കി അപമാനവും നിന്നയും സഹിച്ച് ഒതുങ്ങിക്കൂടുവാനല്ല സഹോദരി, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. മറ്റാർക്കും കിട്ടാത്ത പദവിയായി നിന്റെ വിളി, നീ തിരഞ്ഞെടുപ്പ് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ഇന്ന് ഇതിനകത്തായിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, നീ പ്രാപിക്കേണ്ടത് ഒത്തിരിയുണ്ട്, നീ കേട്ടത് ഒത്തിരിയുണ്ട്, നിന്റെ വാഗ്ദത്തങ്ങൾ ഒത്തിരിയുണ്ട്. പലതും പെൻഡിങ്ങിലായി നിൽക്കുമ്പോൾ പലപ്പോഴും ശത്രുവായവൻ ചോദിക്കുന്നുണ്ട്, പിശാച് ചില വ്യക്തികളെ കരങ്ങളിലെടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ ദൈവം എവിടെ? നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി? നീ ആരാധിച്ചിട്ട് എന്തായി? പൗലോസേ, നീ കാരാഗ്രഹത്തിനായല്ലോ. പൗലോസേ, നീ ഇങ്ങനെ കെട്ടപ്പെട്ടവനായി തീർന്നല്ലോ. നീ ഇങ്ങനെ കയ്യാമം വെക്കപ്പെട്ടവനായി തീർന്നല്ലോ. നീ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടവനായി തീർന്നല്ലോ. നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവരോട് പ്രതിവാദം പറയുവാൻ തക്കവണ്ണം യൂറോപ്പിന്റെ വാതിൽ തുറന്നു കൊടുത്ത ദൈവം ഈ വൈകിയ വേളയിൽ പരിശുദ്ധാത്മാവിനാൽ നിന്നോട് പ്രവചിച്ചു പറയട്ടെ, നിന്റെ ദേശത്തെ നിനക്ക് വേണ്ടി തുറന്നു തരിക. ആമേൻ. റാധിയ ശഖ റധരെ ശന്ധാരകല, നിന്റെ കുടുംബത്തെ നിനക്ക് വേണ്ടി തുറന്നു തരിക. എല്ലാം തീർന്നെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ വൈകിയ വേള ചിലത് തീർന്നെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനല്ല, തീർന്നെന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില ഫുൾ സ്റ്റോപ്പുകൾക്ക് മാറ്റം വരുത്തുവാനായി. സ്തുതി കുറയ്ക്കണ്ട, സ്തോത്രം കുറയ്ക്കണ്ട. ആമേൻ, ഹല്ലേലൂയ. ആ കയ്യാമം തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ ചങ്ങല തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ വാതിലുകൾ അടച്ചുറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. നീ പുറത്തു വരത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന സ്തോത്രം, റീധാന ശഖ റധരെ ശന്ധാരകന, നിനക്ക് വിരോധമായി നിയമങ്ങൾ ഉണ്ടാക്കുന്ന പ്രബലന്മാരുടെ ഒരു കൂട്ടം പുറത്തുണ്ടെന്ന് തിരിച്ചറിയുന്ന സഹോദര, ആമേൻ, നീ അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്. പുറത്ത് അധികാരികളുടെ കൂട്ടം, പ്രബലന്മാരുടെ കൂട്ടം, നിയമം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നവരുടെ കൂട്ടം. എനിക്കറിയത്തില്ല, ആമേൻ, സ്തോത്രം. ചില നിയമങ്ങളാൽ ഒതുക്കപ്പെട്ടവർ, ചില നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ടവർ, ചില ആമേൻ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചില നിയമങ്ങളാൽ ഒതുക്കപ്പെട്ടവർ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി പുറത്തു വരുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സ്തുതിക്കുന്നവന് മുമ്പിൽ, ആരാധിക്കുന്നവന് മുമ്പിൽ ഒരു നിയമവും നിലനിൽക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഒരു നിയമവും നിലനിൽക്കത്തില്ല. ആമേൻ, സ്തോത്രം. ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടയുവാൻ, ദാനിയേൽ പ്രാപിച്ചെടുക്കേണ്ട വിടുതലിനെ തടയുവാൻ ആമേൻ പിശാചിന് കഴിഞ്ഞു. അതിനർത്ഥം ദാനിയേൽ മറുപടി പ്രാപിച്ചില്ല എന്നല്ല. ആമേൻ, സ്തോത്രം. ദാനിയേൽ മറുപടി പ്രാപിച്ചു. തടഞ്ഞ ദൂതനെ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമായി ദൈവം ആമേൻ മിഖായേലിനെ അയച്ച് തകർത്തുവെങ്കിൽ ഇന്ന് ഈ വൈകിയ വേളയിലും വിളിച്ചു പറയട്ടെ, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിന്റെ മറുപടിയെ തടഞ്ഞു വയ്ക്കുവാൻ, നിന്റെ മറുപടിയെ, പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു വയ്ക്കുവാൻ ഒരു പന്ന പിശാചിനും ദേശത്തിലെ അധിപതിക്കും ഹല്ലേലൂയ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പട്ടണത്തിന് മധ്യത്തിൽ ഇങ്ങനൊരു സ്ഥലം ഒരുക്കി തന്നുവെങ്കിൽ അവൻ ഇത് 5-ാമത്തെ ആഴ്ചയാണെന്ന് തോന്നുന്നു. 1-ാമത്തെ ആഴ്ച മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കെട്ടപ്പെട്ട ഒത്തിരി പേർ കർത്താവിന്റെ വേലയ്ക്കായി, കർത്താവിനായി ഇറങ്ങുവാൻ പോകുന്ന ഒരു അനുഭവം ഇതിനകത്ത് നിന്ന്, ആമേൻ, സ്തോത്രം, ആമേൻ. പുറത്ത് നിന്ന് നോക്കിയാൽ ഇതൊരു അണ്ടർഗ്രൗണ്ട്, ആമേൻ, ഹല്ലേലൂയ, ഇതൊരു പാതാളം പോലെ, ആമേൻ. പുറത്ത് ഉയരമുള്ള സ്ഥലത്താ. ഇതിനകത്ത് നിന്ന് കെട്ടഴിഞ്ഞ് ചിലർ പുറത്ത് മുകളിലേക്ക് കയറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആമേൻ, ഹല്ലേലൂയ. ഈ കുഴിക്കകത്ത് ഞങ്ങൾ
അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന പ്രിയരെ, നിങ്ങളോട് ആത്മനിറവിൽ വിളിച്ചു പറയട്ടെ, ഇതിനകത്തു നിന്ന് കെട്ടഴിഞ്ഞ് പട്ടണത്തെ പിടിക്കുന്ന, കുടുംബങ്ങളെ പിടിക്കുന്ന, കെട്ടപ്പെട്ട വ്യക്തികളെ പിടിക്കുന്ന, കെട്ടപ്പെട്ട തലമുറകളെ പിടിക്കുന്ന, മദ്യത്തിലും മയക്കുമരുന്നിലും ലോകമോഹങ്ങളിലും കെട്ടപ്പെട്ടതിനെ നിയമങ്ങളാൽ കെട്ടപ്പെട്ടതിനെ, ചില നിയമങ്ങളാൽ, പരീക്ഷ നിയമങ്ങളാൽ കെട്ടപ്പെട്ടതിനെ, പാരമ്പര്യത്തിൽ കെട്ടപ്പെട്ടു പോയതിനെ, പാരമ്പര്യത്തിൽ കെട്ടപ്പെട്ടു പോയതിനെ, പാരമ്പര്യത്തിൽ കെട്ടപ്പെട്ടു പോയതിനെ, യേശുവിൻ നാമത്തിൽ പാരമ്പര്യത്തിൽ കെട്ടപ്പെട്ടു പോയതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം ഈ പട്ടണത്തെ പിടിച്ചെടുക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, കെട്ടപ്പെട്ടു പോയതിനെ പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകം ഇതിനകത്ത് നിന്ന് പ്രാപിച്ച് ഒത്തിരി പേർ പുറത്തു വരും. ആമേൻ, സ്തോത്രം. ഇങ്ങനെ ഒരു സ്ഥാനം കർത്താവ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇത്ര ദൂരം നിന്ന് നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, നമ്മൾ ഒരുമിച്ച് ഇതിനകത്തായിരിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിന്റെ പദ്ധതി വലുതാ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കർത്താവിന് വലുത് ഇതിനകത്ത് കാൽ വെക്കുന്ന ഓരോ വ്യക്തികളിലൂടെയും ചെയ്തെടുക്കുവാനുണ്ട്. നിങ്ങളുടെ ഇന്നലകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആമേൻ, സ്തോത്രം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ച്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയും, ഇതാ ഇവൻ പുതിയതൊന്ന് പറയുന്നു. പുതിയതല്ല. നിങ്ങൾ കേട്ട ദൂത് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയുകയത്രേ, നിന്നെ വിളിച്ചത്, ആമേൻ, ഒതുങ്ങിക്കൂടി കൈയടിച്ച് ആരാധിച്ചിരിക്കുവാനല്ല. ആമേൻ, സ്തോത്രം. ദേശത്തിൽ കർത്താവ് തുറന്നു തരുന്ന ചില വാതിലുകൾക്കകത്തുകൂടെ പ്രവേശിച്ച് കെട്ടപ്പെട്ട ചിലതിനെ പിടിച്ചെടുക്കുവാൻ വേണ്ടി. അത്യാങ്കിലോട് യേശുവിൻ നാമത്തിൽ നിന്നെ വിളിച്ചത് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുവാനല്ല. നിന്നെ വിളിച്ചത് എവിടെയെങ്കിലും പാത്തിരിക്കുവാനല്ല. നിന്നെ വിളിച്ചത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, അയ്യോ അങ്ങനെയല്ല. കേൾക്ക്, ഈ ശബ്ദം നീ കേട്ടിട്ടുള്ളതാ, ആവർത്തിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വൈകിയവേളയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. നിന്നിലൂടെ കർത്താവ് ചില കുടുംബങ്ങളെ പിടിച്ചെടുക്കും. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ, സ്തോത്രം. ഈ വൈകിയ വേളയിൽ, ആമേൻ, നിങ്ങളും സമയം കളഞ്ഞ് എന്ന് ലോകം പറയും വിധത്തിൽ ഇതിനകത്തായിരിക്കുന്നു. ഞങ്ങളും സമയം കളഞ്ഞു എന്ന് ലോകം പറയും വിധത്തിൽ ഇതിനകത്തായിരിക്കുന്നുവെങ്കിൽ ഈ കളയുന്ന സമയത്തിന് പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ലോകം പറയും നമ്മൾ സമയം കളഞ്ഞു. അതാ മണ്ടന്മാരുടെ ഒരു കൂട്ടം, വിഡ്ഢികളുടെ ഒരു കൂട്ടം, വിഡ്ഢികളുടെ ഒരു കൂട്ടം. ശരിയാണ്, നമ്മൾ വിഡ്ഢികളാണ്. ആമേൻ. ആ വിഡ്ഢികളായ ഭോഷന്മാരായ നമ്മെ തിരഞ്ഞെടുത്ത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, പ്രിയ സഹോദരന്മാരെ, കേൾക്ക്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കും വിധത്തിൽ വിഡ്ഢികളെന്ന് ലോകം മുദ്രകുത്തിയ, ബുദ്ധിയില്ലാത്തവരെന്ന്, അറിവില്ലാത്തവരെന്ന്, സമയം വൃഥാ കളയുന്നവരെന്ന് മുദ്രകുത്തിയ ഇതിനകത്തായിരിക്കുന്ന നിങ്ങളിലൂടെ ദേശത്തിലെ ജ്ഞാനികളെന്ന് തലപ്പൊക്കത്തോടെ പറയുന്ന പാരമ്പര്യമുള്ളവരെ ഫോഷന്മാരാക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ പങ്കാളികളായി ഈ വൈകിയ വേളയിൽ നിങ്ങൾ ഇതിനകത്തായിരിക്കുന്നു. ആമേൻ. ജ്ഞാനികളെ ഫോഷന്മാരാക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയുടെ പങ്കാളിത്തം യേശുവിൻ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ജ്ഞാനമുള്ള കുറേവർ പറഞ്ഞ കുറെ വാക്ക് കേട്ട, സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ചിലരൊക്കെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന, ആമേൻ, ഭയങ്കര ജ്ഞാനമെന്ന് പറഞ്ഞ്, ആമേൻ, നമ്മളൊക്കെ സമ്മതിച്ചു കൊടുത്തതാ. അവർ ജ്ഞാനികളാണ്. അവരുടെ വാക്ചാതുര്യം സംഭവമാണ്, അവരുടെ അറിവ് സംഭവമാണ്, അവരുടെ ബുദ്ധി സംഭവമാണ്. ആമേൻ. അതുകൊണ്ട് അതങ്ങ് സമ്മതിച്ചു കൊടുത്തതാ. ആ സമ്മതിച്ചു കൊടുത്തതിന്റെ ഫലമായി കെട്ടപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്നു. അതേ, കേൾക്ക്. ആ കെട്ടുകളെ പൊട്ടിച്ച് ആ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം, ആമേൻ, സ്തോത്രം, ഫോഷനായ നിന്നെ നിർത്തും. ഫോഷയായ നിന്നെ നിർത്തും. ആമേൻ. ആ ജ്ഞാനിക്ക് ചെയ്യുവാൻ കഴിയാത്തത്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നോക്കൂ, സ്തോത്രം, ആമേൻ, സ്തോത്രം. മിസ്രയീമിലേക്ക് കടന്നു പോകുന്ന സ്തോത്രം മോശയെ പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒത്തിരി വർഷങ്ങൾ പലതിനാലും ബന്ധിക്കപ്പെട്ട മോശെ, ഭയപ്പെട്ട മോശെ, പല നിലകളിൽ ബാധിക്കപ്പെട്ട മോശെ, നല്ല സമയം കഴിഞ്ഞു പോയ മോശെ, ആ മോശെ തിരികെ പോയി. ആമേൻ, സ്തോത്രം. കണ്ടിന്യൂസ് ആയി, ശ്രദ്ധിക്കണമേ, കണ്ടിന്യൂസ് ആയി സ്തോത്രം പൂജാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്തോത്രം, തങ്ങളുടെ ദേവന്മാരെ പ്രസാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വലിയ മന്ത്രവാദികളുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആരുടെ അടുക്കൽ 40 വർഷമായി മരുഭൂമിയിൽ അലയുന്നവൻ തുടർ
തുടർമാനമായി പൂജകൾ ചെയ്ത്, അതും കൊട്ടാരത്തിലെ സകല സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ പദവികൾ ഉപയോഗിച്ച് മന്ത്രവാദങ്ങൾ ചെയ്യുന്ന, ആഭിചാരങ്ങൾ ചെയ്യുന്ന, ക്ഷുദ്ര പ്രയോഗങ്ങൾ ചെയ്യുന്ന മന്ത്രവാദികളുടെ മധ്യത്തിലേക്ക് മോശ കടന്നു ചെല്ലുകയാ. എന്തിനെന്നറിയാമോ? ആമേൻ. തുടർമാനമായി പേര് പെരുമ പ്രശസ്തി നിലനിർത്തുന്ന ചിലരെ ഫോഷന്മാരാക്കി മാറ്റുവാൻ തക്കവണ്ണം, ആമേൻ, നേരാം വണ്ണമൊന്ന് ആരാധിക്കുവാൻ കഴിയാതെ മരുഭൂമിയിൽ എറിയപ്പെട്ടു പോയ മോശയെ ദൈവം തിരികെ വരുത്തിയെങ്കിൽ ഇന്ന് ഈ വൈകിയ വേളയിൽ അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ മോശയെ, ആമേൻ, ഹല്ലേലൂയ, ദേശത്തിൽ തുടർമാനമായി പേര് പെരുമ പ്രശസ്തിയുള്ള, നിന്റെ കുടുംബത്തിൽ തുടർമാനമായി പേര് പെരുമ പ്രശസ്തിയുള്ള ഒത്തിരി പേരുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അവരുടെ തുടർമാനമായ പ്രവർത്തനങ്ങളെ, അവരുടെ ജ്ഞാനത്തെ, അവരുടെ അറിവിനെ ഭോഷത്വമാക്കിയ ഒരു കർത്താവ്, അവരുടെ അറിവിനെ ഭോഷത്വമാക്കിയ ഒരു കർത്താവ്. കേൾക്ക്, നിങ്ങൾ ഭയപ്പെടുന്ന ചില അറിവുകളെ, നിങ്ങൾ ഭയപ്പെടുന്ന ചില സ്തോത്രം ജ്ഞാനത്തെ, നിങ്ങൾ ഭയപ്പെടുന്ന ചില ശക്തികളെ എൻ്റെ ദൈവം ഈ വൈകിയ വേളയിൽ നിങ്ങളിലൂടെ ഭോഷത്വമാക്കി തീർക്കും. അതിനായി അവന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ഈ വൈകിയ വേളയിൽ പകരും. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് ഈ വൈകിയ വേളയിൽ, ആമേൻ, എന്റെ ബലത്തിൽ നടന്നു വന്നു, തിരികെ ഞാൻ ആത്മശക്തിയാൽ നടന്നു പോകും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഈ വൈകിയ വേളയിൽ എന്റെ ബലഹീനമായ ശരീരത്തെ തള്ളിക്കൊണ്ട് ഇതിനകത്ത് വന്നു. ആമേൻ. എന്റെ ബലഹീനമായ ശരീരത്തെയും വലിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്ത് വന്നു. തിരികെ എന്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോകും. ദൈവത്തിന്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് പോകും. ഫിലിപ്പോസിനെ നിർജ്ജന പ്രദേശത്തു നിന്ന്, ഷണ്ടന്റെ അടുക്കൽ നിന്ന് പട്ടണ മധ്യത്തിലേക്ക് എടുത്തുകൊണ്ട് പോയതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില സ്ഥാനങ്ങളിലേക്ക് നിന്നെ എടുത്തുകൊണ്ട് പോകുക. ഓ റിധാര ശഖ, നിന്റെ തൊഴിലിനെ എടുത്തുകൊണ്ട് പോകുക, നിന്റെ ആത്മീയ ജീവിതത്തെ എടുത്തുകൊണ്ട് പോകുക, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ എടുത്തുകൊണ്ട് യാസ്, നിന്റെ വിദ്യാഭ്യാസത്തെ എടുത്തുകൊണ്ട് പോകുക. യാസ്, യേശുവിൻ നാമത്തിൽ. രാധിയ ശഖ രധരേ ശന്ധാർഗന, യേശുവിൻ നാമത്തിൽ. ചില സ്ഥാനങ്ങളിലേക്ക് നിർജീവ സ്ഥലങ്ങളിൽ നിന്ന് ആളും പേരുമില്ലാത്ത, യാസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആളും പേരുമില്ലാത്ത ചില സ്ഥാനങ്ങളിലേക്ക്, ആളും പേരുമില്ലാത്ത ചില സ്ഥാനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൂത് വിളിച്ചു പറയട്ടെ. ആളും പേരുമില്ലാത്ത ചില സ്ഥാനങ്ങളിൽ നിന്ന്, ആമേൻ, അത്ര ആമേൻ, മനോഹരമല്ലാത്ത സ്ഥാനത്തു നിന്ന് നിന്റെ സ്ഥാപനത്തെ, ആമേൻ, സ്തോത്രം, നെയ്യാറ്റുകര പട്ടണത്തിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ബിൽഡിങ്ങിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വൈകിയ വേളയിൽ നീ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ആരും അറിയാത്തൊരു മൂലയിലല്ല, റാധിയ ശഖ, എല്ലാ കണ്ണും കാണുന്ന, എല്ലാവരും അറിയുന്ന ഒരു സ്ഥാനത്ത്, റാധിയ ശഖ, നെയ്യാറ്റുകര പട്ടണത്തിലെ ഏറ്റവും ടോപ്പായ ബിൽഡിങ്ങിന്റെ മധ്യഭാഗത്തിലേക്ക് ആത്മാവ് നിർജ്ജന പ്രദേശത്തു നിന്ന് ഫിലിപ്പോസിനെ പട്ടണത്തിലേക്ക് എടുത്തുകൊണ്ട് യേശുവിൻ നാമത്തിൽ. ആമേൻ. എനിക്കറിയത്തില്ല, കർത്താവ് പറയുന്നത് ചില ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന്, ആമേൻ, സ്തോത്രം, ചില ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന്, ആമേൻ, സ്തോത്രം, നല്ലതൊന്നും പറയുവാനില്ലാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന്, ആമേൻ, സ്തോത്രം, ഒന്നും പ്രത്യേകിച്ച് ചെയ്യുവാനില്ലാത്ത, അതാണ് ശരി, ആമേൻ, സ്തോത്രം, ഒന്നും പ്രത്യേകിച്ച് ചെയ്യുവാനില്ലാത്ത സ്ഥാനത്ത് നിന്ന് മത്സരിക്കുവാൻ കഴിയുന്ന സ്ഥാനത്തേക്ക് ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകുക. നിന്റെ കഴിവെന്തെന്ന് ലോകത്തെ അറിയിക്കുവാൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞുമക്കളെ, ഒന്നും ചെയ്യുവാനില്ലാത്ത സ്ഥാനത്ത് നിന്ന്, സഹോദരന്മാരെ, ഒന്നും ചെയ്യുവാനില്ലാത്ത സ്ഥാനത്ത് നിന്ന്, ഓ സ്തോത്രം, ഈ മെസ്സേജ് ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്ന് കേൾക്കുന്ന സഹോദരി, ഒന്നും ചെയ്യുവാനില്ലാത്ത സ്ഥാനത്ത് നിന്ന് നിന്നെ എന്റെ കർത്താവ് മത്സരിക്കുവാൻ കഴിയുന്നിടത്ത്, നിനക്ക് മത്സരിക്കുവാൻ കഴിയുന്നിടത്തേക്ക് എടുത്തുകൊണ്ട് പോകുക. നാമത്തിൽ ആ ആത്മാവിൽ ഇന്ന് ഇതിനകത്ത് നിന്ന് മടങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ വൈകിയവേളയിൽ, ഈ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് ഈ മധ്യാഹ്നം നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം, നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഒരാഴ്ച
പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഈ വൈകുന്നേരത്തിന് ശേഷമുള്ള ഈ പുതിയ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ എவ்விதമായിരിക്കും കർത്താവേ എന്ന് ചോദിച്ചു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചനകളിലൂടെ നടത്തുകയുണ്ടായി. അതേക്കുറിച്ച് അത്രേ നിങ്ങളോട് തുടർമാനമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ഈ ദൂത് സ്തോത്രം ഇങ്ങനെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ആമേൻ. ഒരു സൈന്യത്തിന് നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയാത്തത്, ആമേൻ, ശക്തി കൊണ്ട് നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത് ഇന്ന് ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുക. അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വലിയ കൂട്ടം എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയാത്തത് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുക. ശക്തന്മാരുടെ ഒരു വലിയ കൂട്ടത്തിന് നിങ്ങൾക്ക് ചെയ്തു തരുവാൻ നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ അറിവ് കൊണ്ട്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്തത് ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിന്റെ ശക്തിയാൽ അതെ, നീ കേട്ട ദൂതുകൾ നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, നീ ഈ വൈകിയ വേളയിൽ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ വൈകിയ വേളയിൽ നിന്റെ മേൽ വരുന്നത് കൊണ്ട് അത്രേ. ആമേൻ. ഒരു സൈന്യത്തിന് ചെയ്തെടുക്കുവാൻ കഴിയാത്തത്, ഒരു സൈന്യത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്തത്, ശക്തന്മാർക്ക് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്തത്, നിന്റെ അറിവ് കൊണ്ടും നിന്റെ എക്സ്പീരിയൻസ് കൊണ്ടും നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് ചെയ്യുമാറാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ വൈകിയ വേളയിൽ നിന്റെ മേൽ വെളിപ്പെട്ട് വരിക. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. നരിയാണിയോളമല്ല, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഒരു കാറ്റായി തഴുകി പോകുന്ന ആത്മസാന്നിധ്യത്തെ കുറിച്ചല്ല ഈ വൈകിയ വേളയിൽ നിന്നോട് വിളിച്ചു പറയുവാനുള്ളത്. ആമേൻ. അത് നരിയാണിയോളമല്ല, അത് മുട്ടോളവുമല്ല, അത് അരയോളവുമല്ല. നീന്തിയിട്ടല്ലാതെ നിന്റെ ശരീരം കൊണ്ട് നീ അനുഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ദൈവ സാന്നിധ്യം ഇന്ന് ഈ വൈകിയ വേളയിൽ നീ നിന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നീ അനുഭവിച്ച്, ആമേൻ, ആ ആത്മാവിന്റെ ശക്തിയാൽ സൈന്യത്തിന് ചെയ്യുവാൻ കഴിയാത്തത് നീ ചെയ്യുവാൻ പോകുക. വ്യക്തികൾക്ക് ചെയ്യുവാൻ കഴിയാത്തത്, കുടുംബങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത യേശുവിൻ നാമത്തിൽ വാത്സല്യമാതാവേ, ചില വ്യക്തികൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് നിന്റെ മക്കളുടെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിൽ, സഹോദരൻ, നിന്റെ ശരീരത്തിൽ ഡോക്ടർമാർക്ക് ചെയ്യുവാൻ കഴിയാത്തത്, അതെ, വൈദ്യന്മാർക്ക് ചെയ്യുവാൻ കഴിയാത്തത്, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടത് ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ. കർത്താവ് ചിലരെ തൊടുക. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ കർത്താവ് തൊടുക. യേശുവിൻ നാമത്തിൽ ദീർഘനാളുകളായി ഡോക്ടർമാർക്ക് ചെയ്യുവാൻ കഴിയാത്തത്, ഡോക്ടർമാരുടെ അറിവിന് ചെയ്യുവാൻ കഴിയാത്തത്, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, ആമേൻ, സ്തോത്രം, സെരുബാബേലിനോടുള്ള യഹോവയുടെ മറുപടി ഇതാ. ആമേൻ, സ്തോത്രം. സെരുബാബേൽ സംശയത്തിലായി, ഇതെങ്ങനെ സംഭവിക്കും? അത് ആലയം പണിയുമായി ബന്ധപ്പെട്ട, ആമേൻ, സ്തോത്രം, വിഷയമാണ് പ്രസ്തുത വേദഭാഗത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. എങ്ങനെ ഒരു പണിയപ്പെടൽ സംഭവിക്കും? ഒരു വലിയ സൈന്യം വന്നാൽ അത് നടക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ശക്തന്മാർ വന്നാൽ നടക്കത്തില്ല. സെരുബാബേലിന്റെ ശക്തി കൊണ്ട് നടക്കത്തില്ല. സെരുബാബേൽ അത് തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആലോചന അറിയിക്കുക. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ അത് സാധ്യം, ആത്മാവിനാൽ അത് സാധ്യം. നീ ചിലത് പണിതെടുക്കും. ആമേൻ. ശത്രു പൊളിച്ചു കളഞ്ഞ ചിലതിനെ, പിശാച് പൊളിച്ചു കളഞ്ഞ ചിലതിനെ, പിശാച് തകർത്ത് കളഞ്ഞ ചിലതിനെ നിനക്ക് നന്മയായി തീരേണ്ട, നിനക്ക് അനുഗ്രഹമായി തീരേണ്ട, നിന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം അനുഗ്രഹമായി തീരേണ്ട ചിലതിനെ പിശാച് പൊളിച്ചു കളഞ്ഞുവെങ്കിൽ ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ആമേൻ. ആത്മാവിനാൽ ചിലത് പണിയപ്പെടുവാൻ പോകുക, ആത്മാവിനാൽ ചിലത് പണിയപ്പെടുവാൻ പോകുക. തകർന്നു പോയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രി പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിന്നിലൂടെ പണിയപ്പെടുവാൻ പോകുക. ആമേൻ. ചിലത് പണിയപ്പെടുന്നത് കണ്ടിട്ടല്ലാതെ നിന്റെ കണ്ണ് അടയത്തില്ല. ആമേൻ. സ്തോത്രം. ആ ദൂത് ഞാൻ പറയുവാൻ കാരണം ചില
ചിലതിനെ പൊളിച്ചിട്ടിട്ട് ശത്രു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആമേൻ, സ്തോത്രം. ഇത് കണ്ട് നീ തകരും. ആമേൻ. ഇത് കണ്ട് നീ തകർന്ന് മരിക്കും. ഈ തകർച്ച കണ്ട്, നിന്റെ കുടുംബത്തിനകത്തെ ഈ തകർച്ച കണ്ട്, നിന്റെ ജീവിതത്തിലെ ഈ തകർച്ച കണ്ട്, നിന്റെ തലമുറകളുടെ ഈ തകർച്ച കണ്ട്, ആമേൻ, സ്തോത്രം, നീ അനുഭവിക്കുന്ന ഈ തകർച്ച കണ്ട്, ആമേൻ, നിന്റെ കണ്ണടയും. ആമേൻ, സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, തകർച്ച കണ്ട് നിന്റെ കണ്ണടയത്തില്ല, നീ പണിയപ്പെടൽ കാണുവാൻ പോകുക. ഓ സ്തോത്രം. പുറത്ത് നിന്നല്ല, നിന്നിലൂടെ 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സൈന്യത്തിനും ശക്തിക്കും കഴിയാത്തത് യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു സൈന്യത്തിനും കഴിയാത്തത്, ദേശത്തിലെ പ്രഗത്ഭന്മാർക്ക് കഴിയാത്തത്, ദേശത്തിലെ പ്രശസ്തന്മാർക്ക് കഴിയാത്തത്, ദേശത്തിലെ വാഗ്മികൾക്ക് കഴിയാത്തത്, ദേശത്തിലെ ഇന്നലകളിൽ കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തിയ കരുത്തന്മാർക്ക് കഴിയാത്തത്, കരുത്തന്മാർക്ക് കഴിയാത്തത്. ആമേൻ, സ്തോത്രം. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സംശയിച്ചേക്കാം, അതെന്താ ദൈവദാസനെ, അവർ കുറവുള്ളത് ആയതുകൊണ്ടാണോ, അവർ കുറവുള്ളവർ ആയതുകൊണ്ടാണോ, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ, മുൻപേ ഉള്ളവരൊക്കെ മോശക്കാരായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. മുമ്പേ ഉള്ളവർ കുറവുള്ളതായതുകൊണ്ടല്ല, നീ അല്പം കൂടുതലുള്ളവനായതുകൊണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഏലിയാവിനെ മാറ്റി നിർത്തി ഏലീശയെ വിളിക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത്, ഏലീശായെ, നീ ഏലിയാവിനേക്കാൾ കുറഞ്ഞവനെന്ന് പറയുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇരട്ടി പങ്കിനെ പകരുവാൻ എന്റെ പക്കലുണ്ട്. ആമേൻ. ഏലിയാവ് ശക്തനാണ്. ഏലിയാവ് ശക്തരിൽ ശക്തനാണ്. ഇതുപോലൊരു പ്രവാചകനെ പഴയ നിയമത്തിൽ കണ്ടെത്തുവാൻ പാടാ. പക്ഷെ കേൾക്ക്, ദേശത്തിൽ അനേക ശക്തന്മാരുണ്ടായിരിക്കാം, ദേശത്തിൽ പ്രാർത്ഥിക്കുന്ന അനേക വ്യക്തികൾ ഉണ്ടായിരിക്കാം, ദേശത്തിൽ ഉപവസിക്കുന്ന കരയുന്ന അനേക വ്യക്തികൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് ഈ വൈകിവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, കണക്കെടുപ്പല്ല, അതിലും അധികം അഭിഷേകത്തെ നിന്റെ മേൽ പകർന്ന്, ഇരട്ടി പങ്കിന്റെ അഭിഷേകത്തെ, ഏലിയാവിലും ഇരട്ടി പങ്ക് ഏലീശായിലേക്ക് പകർന്നവൻ ഈ കാലഘട്ടത്തിൽ, ആമേൻ, നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ മറ്റാരുടെ മേൽ പകരപ്പെട്ടതിലും അധികം ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളോടുമായി വിളിച്ചു പറയട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന ചില വ്യക്തികളോടായി ദൂത് കൈമാറട്ടെ. ഈ കാലഘട്ടത്തിൽ പകരപ്പെട്ടതിൽ ഏറ്റവും ശക്തിയേറിയത്, ആമേൻ, നീ കണ്ടിട്ടുള്ള അനേകരിൽ ഇരട്ടി നിന്റെ മേൽ പകർന്ന്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഇരട്ടി പകരുന്ന ഒരു ദൈവം, ആമേൻ, തന്റെ ആത്മാവിനാൽ സെരുബാബേലിനോട് അരുളപ്പാടുണ്ടാവുകയായി. യഹോവയുടെ അരുളപ്പാട്, സെരുബാബേലേ, നീ കേൾക്കണമേ. സ്തോത്രം. നിന്റെ കൈ കൊണ്ടല്ല ഞാൻ പണിയുവാൻ പോകുന്നത്, നിന്റെ ബുദ്ധി കൊണ്ടല്ല ഞാൻ പണിയുവാൻ പോകുന്നത്, നിന്റെ അറിവ് കൊണ്ടല്ല ഞാൻ പണിയുവാൻ പോകുന്നത്. ആമേൻ. എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ പകരും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, ഇന്ന് ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്ന നിങ്ങളുടെ മേൽ എന്റെ ദൈവം പകരും. യേശുവിൻ നാമത്തിൽ. ആത്മ പകർച്ച പ്രാപിക്കുന്നവർ പൊളിഞ്ഞു കിടക്കുന്നതിനെ പണിയും. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യനും പിശാചും ഒരുമിച്ച് പൊളിച്ചിട്ടതിനെ പണിതെടുക്കും. ആമേൻ. പൊളിഞ്ഞ നിന്റെ ഹൃദയത്തെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിയും. പൊളിഞ്ഞ നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിയും. പൊളിഞ്ഞ നിന്റെ തലമുറകളുടെ ജീവിതത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിയും. പൊളിഞ്ഞതിന്റെ കുടുംബ ജീവിതത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിയും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പിശാച് വാക്കുകൊണ്ട് പൊളിച്ച നിന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് മനോഹരമായി പണിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നോക്കൂ, 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആത്മാവിനാൽ നിറയപ്പെട്ട സെരുബാബേലിലൂടെ സംഭവിക്കുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ വെളിപ്പെടുത്തപ്പെടുകയാണ്. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയായി തീരും, അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ആമേൻ. ഒരുപക്ഷേ സെരുബാബേൽ ദൈവ ശബ്ദം കേൾക്കുവാൻ ഇടയായ സാഹചര്യം മുൻപിലുള്ള ആ തടസ്സം ആയിരിക്കണം. അയ്യോ, എങ്ങനെ പൊളിഞ്ഞുപോയ ഈ ആലയത്തെ ഞാൻ പണിതെടുക്കും, എങ്ങനെ ഈ ആലയത്തെ എനിക്ക് പുനരുദ്ധരിപ്പിക്കുവാൻ കഴിയും, എങ്ങനെ പഴയതിലും മോടിയാക്കി മനോഹരമാക്കി ഇതിനെ എനിക്ക് പണിതെടുക്കുവാനായിട്ട് കഴിയും. പലരുടെയും ഉള്ളിൽ നീറുന്ന ചിന്ത ഇതാണ്. ആമേൻ. ഒരിക്കലൊരു തകർച്ച വന്നുപോയി, വാക്കിനാലാകാം, പ്രവൃത്തി
തെറ്റിയാലാകാം, ചില മുറിപ്പാടുകൾ വന്നുപോയി. ഇനി എങ്ങനെ ശരിയാകും, ഇനി എങ്ങനെ പഴയതുപോലെ ആകും, അതൊരു ഭയമാണ്, ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അത് മഹാപർവ്വതമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മഹാപർവ്വതം ആരെന്ന് ചോദിച്ചുകൊണ്ട് അതിനെ സമഭൂമിയാക്കി പണിതുമാറ്റെടുക്കുന്ന ഒരു ദൈവം ഇന്ന് ഈ വൈകിയവേളയിൽ എനിക്ക് നിനക്കും മധ്യത്തിലുണ്ട്. പൊളിഞ്ഞു പോയതിനെ അവൻ പണിതെടുക്കും. നിന്റെ ചോദ്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല, നിന്റെ സംശയങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല, എങ്ങനെ അത് ശരിയാകുമെന്നുള്ള ചോദ്യത്തിന് സ്ഥാനമില്ല. കേൾക്ക്, ഈ വൈകിയവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒരിക്കലും ഇനി നേരെ ആകത്തില്ല, ഒരിക്കലും ഇനി ശരിയാകത്തില്ല, ഒരിക്കലും ഇനി നന്നാകത്തില്ല, ഒരിക്കലും പഴയതുപോലെ. ആമേൻ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അത് തന്നെ, ഒരിക്കലും പഴയതുപോലെ ആകത്തില്ല എന്ന്, ഒരിക്കലും പഴയതുപോലെ ആകത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ഇതിനകത്തായിരിക്കുന്ന ചിലരോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആവർത്തിച്ചു പറയുക. ആമേൻ, സ്തോത്രം. അത് ആ തടസ്സം മാറിപ്പോകും, ആ മഹാപർവ്വതം സമഭൂമിയായി മാറും. ആമേൻ, സ്തോത്രം. സെരുബ്ബാബേലിനോട് ദൈവത്തിന്റെ ആത്മാവിന് വിളിച്ചു പറയുവാനുള്ളത് അത് തന്നെ. നീ ഭയപ്പെടുന്ന ആ തടസ്സം അത് എത്ര വലിയതായിരുന്നാലും, നീ മുൻപിൽ കാണുന്ന ആ തടസ്സം ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സാധ്യമായി തീരും? നീ കേട്ട വാഗ്ദത്തം, ഇപ്പോഴും കേട്ട വാഗ്ദത്തം ഉള്ളിലിട്ട് ഉരുക്കിക്കൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ഇതെങ്ങനെ സാധ്യമായി തീരും, ഇതെങ്ങനെ സാധ്യമായി തീരും? ഞാൻ കേട്ടത് നടക്കുമോ? ആ പ്രധാന സ്ഥലത്തേക്ക് എനിക്ക് എത്തുവാൻ കഴിയുമോ? ആമേൻ, സ്തോത്രം. എനിക്ക് പണിതെടുക്കുവാൻ കഴിയുമോ? ദേശത്തിൽ കർത്താവ് തുറന്നു തരുന്ന വാതിലുകളിലൂടെ അകത്ത് കടന്ന് ആ മുറിക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന മരണത്തിനായി നിലവിളിക്കുന്ന പലതിനെ പിടിച്ചെടുക്കുവാൻ എനിക്ക് കഴിയുമോ? എൻ്റെ കുടുംബത്തിനകത്ത് പൊളിഞ്ഞു പോയതിനെ പണിതെടുക്കുവാൻ എനിക്ക് കഴിയുമോ? ചോദ്യത്തോടെ, സംശയത്തോടെ നീ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ ചോദ്യം, നിന്റെ സംശയം എത്ര വലുതായിരിക്കുന്നുവോ അതിനുള്ള ഉത്തരമുണ്ട്. അത് മഹാപർവ്വതം പോലെ വലുതാണെങ്കിൽ അതിനെ സമഭൂമിയാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിന്റെ കൈ കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ ബുദ്ധി കൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുൻപിലുള്ള ആ തടസ്സം മാറിപ്പോകും. നീ വൈകുന്നേരം ഇതിനകത്ത് കടന്നു വന്നത്, ആമേൻ, സ്തോത്രം, ഇനി ആ തടസ്സത്തിന് മുമ്പിൽ തലകുനിച്ച് കരയുവാനല്ല, മാറിപ്പോകുന്ന തടസ്സത്തിന് മുൻപിൽ നിന്ന് കൃപ കൃപ എന്ന് ആർപ്പിടുവാൻ വേണ്ടി യേശുവിൻ നാമത്തിൽ വീണു പോകുന്ന സമഭൂമിയായി തീരുന്ന യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പർവ്വതം സമഭൂമിയായി തീരുക. നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന പർവ്വതം, നിന്റെ തലമുറകളുടെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി, നിന്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി, നിന്റെ നല്ല നാളുകൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന പർവ്വതം, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന പർവ്വതം, ആ രോഗമെന്ന പർവ്വതം യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ പർവ്വതം സമഭൂമിയായി തീരുവാൻ പോകുക. നിന്റെ ഭാവിക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന പർവ്വതം, നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന പർവ്വതം, കടമെന്ന പർവ്വതം, രോഗമെന്ന പർവ്വതം, അസമാധാനമെന്ന പർവ്വതം, കലഹമെന്ന കലക്കമെന്ന പർവ്വതം, യേശുവിൻ നാമത്തിൽ ഇന്നത് സമഭൂമിയായി മാറുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കൃപ 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 എന്ന് ആർത്ത് മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന സകല പർവ്വതങ്ങളെ തകർത്ത് യേശുവിൻ നാമത്തിൽ നിന്റെ വഴി അടയ്ക്കുന്ന, നിന്നെ മുൻപോട്ട് വിടത്തില്ല എന്ന് ആമേൻ, സ്തോത്രം. ഒത്തിരി നാളുകളിൽ പ്രാർത്ഥിച്ചു, ആമേൻ, സ്തോത്രം. ഇതിനകത്ത് ആമേൻ, സ്തോത്രം. ആ ഒത്തിരി നാളുകൾ ചോദ്യം ചോദിച്ച്, ആമേൻ, ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദ്യം ചോദിച്ച വ്യക്തിയെ കേൾക്കുന്നുണ്ട്. ആമേൻ, കർത്താവേ, എനിക്കിതിന് പറ്റുമോ? ഞാൻ ഇതിന്റെ പിന്നാലെ ഇറങ്ങേണ്ടതുണ്ടോ? ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് കൈ കൊടുക്കേണ്ടതുണ്ടോ? ഒരുപാട് നാൾ ചോദിച്ചു, ഒരുപാട് നാൾ ആലോചിച്ചു, കുറേ നാൾ ആലോചിച്ച് ശരി, ഇറങ്ങാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തിറങ്ങി. എന്നാൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ മുൻപിൽ, ആമേൻ, പർവ്വതാരൂപം പൂണ്ടു നിൽക്കുന്ന ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്റെ മുന്നേറ്റത്തെ തടയുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ശത്രുവിനെ തകർക്കുന്ന ഒരു അഭിഷേകം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്റെ മേൽ പകരപ്പെടുക. നീ ഒത്തിരി നാളുകൾ ചോദിച്ച്, നീ ഒരുപാട് നാൾ ചോദിച്ച്, നീ ദൈവസന്നിധിയിൽ ഒരുപാട് നാൾ ചോദിച്ച് ഇറങ്ങി തിരിച്ചത് നീ പിന്മാറി പോകുവാനല്ല, നീ പകുതി വഴിയിൽ യാത്ര മതിയാക്കുവാനല്ല. കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് തടസ്സമായി നിൽക്കുന്ന, നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന, നിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ വാഗ്ദത്തം നീ പ്രാപിച്ചെടുക്കുന്നതിന്
തടസ്സമായി നിൽക്കുന്ന, നീ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ നിന്നെ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിച്ച് അവകാശം പറഞ്ഞു നിൽക്കുന്ന അതേ ആ ശത്രുവിനെയും അവന്റെ പദ്ധതികളെയും, ആ ശത്രു മനുഷ്യനാകട്ടെ, ആ ശത്രു പിശാചാകട്ടെ, മനുഷ്യനോ പിശാചോ ഒരുപോലെ എഴുതുപെടുന്ന ആയുധങ്ങളാകട്ടെ, അതിനെ തകർത്ത് മുന്നേറുവാൻ തക്കവണ്ണം ഇന്ന് ഈ വൈകിവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകരപ്പെടുകയായി. യേശുവിൻ നാമത്തിൽ കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് ഒരു കൂട്ടം പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഈ സ്ഥാനത്തു നിന്ന് കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് പട്ടണത്തിന്റെ പല ഭാഗത്തിലേക്ക് ഒരു കൂട്ടം, ആമേൻ ഹല്ലേലൂയ, ഒരു കൂട്ടം നിന്റെ കൺമുമ്പിലൂടെ നിന്റെ കൈക്കീഴിൽ നിന്ന് ഇതിനകത്ത് നിന്നായിരിക്കുന്ന ചില വ്യക്തികളോടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ഇതിനകത്ത് കടന്നു വന്നുവെങ്കിൽ, നീ വേലയ്ക്ക് കൈത്താങ്ങുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ കൈക്കീഴിൽ നിന്ന് കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് തടസ്സത്തെ തകർത്ത് കളഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ പാടി സ്തുതിക്കുന്ന ഒരു കൂട്ടം യൗവനക്കാരായി, സഹോദരി സഹോദരന്മാരായി, നീണ്ട വർഷങ്ങളായി കെട്ട വാഗ്ദത്തങ്ങൾ നിറവേറാതെ, വിളിക്കത്തവണ്ണം മുൻപോട്ട് പോകുവാൻ കഴിയാതെ, മുറിക്കകങ്ങളിൽ അടയ്ക്കപ്പെട്ടു പോയ, പലരുടെയും വാക്കുകൾക്ക് മുമ്പിൽ വീണുപോയ, പലരുടെയും ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ കെട്ടപ്പെട്ടു പോയ ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ കൈക്കീഴിൽ നിന്ന് ഇന്ന് ഈ വൈകിയ വേളയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. നിന്റെ കൈക്കീഴിൽ നിന്ന് ഒരു കൂട്ടം പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഈ സ്ഥാനത്ത് നിന്ന് ചിതറിപ്പോവുക യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. Thank you Lord, thank you Jesus, hallelujah. ആമേൻ. തടസ്സമായി നിൽക്കുന്നതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഈ വൈകിയ വേളയിൽ നീ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ നിറവിനാൽ അതേ തടസ്സമായി നിൽക്കുന്നതൊക്കെയും നിനക്ക് മുമ്പിൽ സമഭൂമിയായി മാറും, നിനക്ക് മുമ്പിൽ സമഭൂമിയായി മാറും. സെഖരിയാവ് ഉറക്കപ്പിച്ച് പറഞ്ഞതല്ല, ശക്തരിൽ ശക്തനായ പഴയ നിയമപ്രവാചകൻ യെശയ്യാവ് തന്റെ പുസ്തകം 54 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. അതേ, മാറിപ്പോകേണ്ടത് അത് പർവ്വതമായാലും മാറിപ്പോകും. നിന്റെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത്, നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്നത്, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്, നീ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ പലയിടങ്ങളിൽ നിന്ന് ഒതുക്കിക്കൂട്ടുന്ന, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പൂവണിയാതിരിക്കുവാൻ തക്കവണ്ണം നിന്നെ പല സ്ഥാനങ്ങളിൽ ഒതുക്കിക്കൂട്ടുന്ന ആ തടസ്സമായി നിൽക്കുന്നത് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ആത്മാവിൽ ചിലത് നീങ്ങിപ്പോകും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വാക്ക് കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, നിന്നിൽ വന്നു നിറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചില പർവ്വതങ്ങൾ നീങ്ങിപ്പോകുക, ചില കുന്നുകൾ ഓടി മാറുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്റെ യാത്രയിൽ ആമേൻ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആമേൻ. പുറപ്പാട് പുസ്തക ചരിത്രത്തെ സങ്കീർത്തനക്കാരൻ സ്തോത്രം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സങ്കീർത്തനങ്ങളിൽ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ കുന്നുകൾ മുട്ടാടുകളെ പോലെ തുള്ളുവാനായി തുടങ്ങി. ആമേൻ. ദൈവത്തിന്റെ ജനം കടന്നു വരുന്ന വഴിയിൽ കുന്നുകൾ മുട്ടാടുകളെ പോലെ തുള്ളുവാനായി തുടങ്ങി. തീക്കൽ പാറ തന്നിലേക്ക് വന്നു ചേരുന്ന ജലാംശത്തിന്റെ അവസാന തുള്ളി പോലും വലിച്ചെടുത്ത് ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോകുന്ന തീക്കൽ പാറ അവർക്ക് ജലം സമൃദ്ധിയായി വിട്ടുകൊടുക്കുവാനായി തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ അഭിഷേകം പ്രാപിച്ച് ആത്മനിറവിൽ മടങ്ങി പോകുമ്പോൾ മുൻപിലുള്ള ചില തടസ്സങ്ങൾ, ചില കുന്നുകൾ തുള്ളുവാനായിട്ട് തുടങ്ങും. നീ ഇതിനകത്ത് തുള്ളുമ്പോൾ നീ ആത്മാവിന്റെ നീ ആത്മാവിന്റെ ശക്തിയാൽ തുള്ളുമ്പോൾ, നീ അഭിഷേകത്താൽ നിറഞ്ഞു തുള്ളുമ്പോൾ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന ചില കുന്നുകൾ തുള്ളി മാറുവാൻ തുടങ്ങും. ഒത്തിരി പേരുടെ വഴിമുടക്കിയ, ഒത്തിരി പേരുടെ യാത്രകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട, ഒത്തിരി പേരുടെ യാത്രകൾ മുൻപോട്ട് പോകുവാൻ അനുവദിക്കാത്ത, പലരുടെയും യാത്രയെ പകുതി വഴിയിൽ തടസ്സപ്പെടുത്തിയ, പലരുടെയും സ്വപ്നങ്ങളെ കരിഞ്ഞുണർന്നുമാറാക്കിയ, കുന്നുകളെ തുള്ളിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, കടന്നു വന്ന നിങ്ങളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് കൊണ്ടല്ല, ഇതിനകത്തേക്ക് കടന്നു വന്നപ്പോൾ വന്നിരുന്നു തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ
പ്ലാൻസ് എന്താണ്, പദ്ധതി എന്താണ് എനിക്കറിയത്തില്ല, എന്നാൽ അത് അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുക, നിന്റെ പ്ലാനും പദ്ധതിയുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് ഈ വൈകിയ വേളയിൽ ചിലത് നടക്കും. ആമേൻ, ഹല്ലേലൂയ. ആ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വൈകിയ വേളയിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് നല്ല കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്താം. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.